ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്കിടയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ 2 മണി വരെ നിർത്തിവെച്ചു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരായ വിഷയത്തിൽ പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഓപ്പറേഷൻ സിന്ദൂരിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉച്ചയ്ക്ക് 1 മണിയോടെ ലോക്സഭയിൽ സംസാരിക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ ലോക്സഭയിൽ തുടങ്ങിവെച്ച ചർച്ച ഇന്ന് രാജ്യസഭയിലും തുടരും. कि क्वेश्चन आवर और 0 आवर हम चलने देंगे. ये मेंबर्स के हित का है. आप से आग्रह है कि आप प्लीज 0 आवर होने दे, क्वेश्चन आवर चलाएं. ये मेंबर्स आवर है. प्लीज आप अपने 0 आवर में क्वेश्चन आवर में इंटरेस्टेड नहीं हैं. मैं आग्रह करूंगा कि अपनी सीट पर जाएं और चलने दें. प्लीज go back to your seats. The house stands adjourned to meet at 2 p.m. രാജ്യസഭയിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് നടക്കുന്നത്. ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, രാജ്യസഭയിൽ തുടക്കത്തിൽ തന്നെ ഈ വിഷയം, കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർക്ക് ഇക്കാര്യത്തിൽ നിർണായക ഇടപെടൽ നടത്താനുണ്ടാകുമല്ലോ. എന്താണ് അവിടുത്തെ സാഹചര്യം? സജിത്ത്, പാർലമെന്റ് ഇരുസഭകളിലും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്. ഇന്നലെ രാജ്നാഥ് സിംഗ് ആണ് ലോക്സഭയിൽ ഈ ചർച്ച തുടങ്ങിവെച്ചത്. ഇന്ന് രാജ്യസഭയിലും ചർച്ച തുടങ്ങിവെക്കും. ലോക്സഭയും രാജ്യസഭയും തുടങ്ങിയ സമയം മുതൽ തന്നെ പ്രധാനമായും 2 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയത്. ഒന്ന്, ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം. 2, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയം. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർലമെന്റ് പുറത്തും അകത്തും ഇന്ത്യ ബ്ലോക്കിലെ കക്ഷികൾ പ്രതിഷേധമുയർത്തി. പാർലമെന്റ് പുറത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെയും മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെയും നേതൃത്വത്തിലാണ് ഇന്ത്യ ബ്ലോക്ക് പ്രതിഷേധം ഉയർത്തിയത്. വോട്ടർ പട്ടികയിൽ നിന്ന് നിരവധി പേരെ ഒഴിവാക്കി ബോധപൂർവം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുമായി ചേർന്ന് കളിക്കുകയാണ് എന്നാണ് പ്രധാനമായും പറഞ്ഞത്. വോട്ട് കൊള്ള നിർത്തുക എന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു. വോട്ട് കി ചോരി ബന്ദ് കരോ, ISR വാപ്പസ് ലോ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രധാനമായും പ്രതിഷേധം ഉയർത്തിയത്. ഈ പ്രതിഷേധത്തെ തുടർന്നാണ് രാജ്യസഭ 2 മണി വരെ നിർത്തിവെച്ചത്. രാജ്യസഭയിൽ പ്രതിഷേധം ഉയർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ രാജ്യസഭ നിർത്തിവെക്കുകയായിരുന്നു. പ്രധാനമായും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഈ വ്യാപാര കരാർ ചർച്ചയാണ് നോട്ടീസ് നൽകിയിരുന്നു. ഇത് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറല്ലെന്ന് അറിയിച്ചതിന് പിന്നാലെ തന്നെ രാജ്യസഭ നിർത്തിവെക്കുകയായിരുന്നു. ഇതേ തുടർന്നും പ്രതിപക്ഷത്തിന്റെ ബഹളമുണ്ടായി. ലോക്സഭയിൽ ഇന്ന് 1 മണിയോടുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് അമിത്ഷാ ലോക്സഭയിൽ